ഹരേ കൃഷ്ണ. യദഃ കൃഷ്ണസ്തദഃ സർവേ യദഃ കൃഷ്ണസ്തതോ ജയ യച്ഛ സാമ്നൈവ ശക്യേത കാര്യം സാധയിതും നൃപ കോ ദൈവ ശബ്ദസ്തത് കാര്യം വിഗ്രഹേണ സമാചരേത്. സാക്ഷാൽ ഗുരുവായൂരപ്പൻ കൂടെയുണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാകും. ഭഗവാന്റെ സാമീപ്യമുള്ള ഇടത്തിൽ വിജയവും ഉണ്ടാകും. എപ്പോഴും സാമം കൊണ്ട് സാധിക്കാവുന്ന കാര്യം യുദ്ധം കൊണ്ട് സാധിക്കാൻ ആലോചിക്കുന്നത് തെറ്റാണ്. വൈശമ്പായന മഹർഷി വീണ്ടും അങ്കാരപർണൻ എന്ന ഗന്ധർവശ്രേഷ്ഠൻ അർജുനനോട് പറഞ്ഞതായ വിശ്വാമിത്രന് വസിഷ്ഠ മഹർഷിയോടുള്ള പകയുടെയും വൈരാഗ്യത്തിൻ്റെയും നിരവധി കഥകൾ സ്പഷ്ടമായി ചൊല്ലിക്കൊടുത്തു. നിരവധി ദുഃഖങ്ങളും വേദനാജനകമായ സംഗതികളും ശക്തി എന്ന ജ്യേഷ്ഠപുത്രനടക്കം 100 പുത്രന്മാരും കൊല്ലപ്പെട്ടുവെങ്കിലും സ്ഥിതപ്രജ്ഞനും സൗമ്യനുമായി തൻ്റെ ജീവിതത്തെ തപോവൃത്തിയിൽ അർപ്പിച്ച് ജീവിച്ച വസിഷ്ഠ മഹർഷി ഏറ്റവും മഹത്തായ ജീവിതത്തിനും ജീവിത വിജയത്തിനും ഉത്തമ മാതൃകയെന്ന് ഗന്ധർവശ്രേഷ്ഠൻ അർജുനന് ഉപദേശിച്ചു നൽകി. ഇങ്ങനെ തങ്ങളുടെ പൂർവികരെ പറ്റിയും വസിഷ്ഠനെ പറ്റിയും പല കഥകളും കേട്ട് സന്തുഷ്ടനായ അർജുനൻ അങ്കാരപർണന്റെ ആദ്യത്തെ ഉപദേശമനുസരിച്ച് തങ്ങൾക്ക് അനുരൂപനായ പുരോഹിതൻ ആരാണെന്ന് ആ ഗന്ധർവനോട് തന്നെ ചോദിച്ചു. ചിത്രരഥൻ പറഞ്ഞു, ഈ വനത്തിൽ തന്നെ ദേവല മഹർഷിയുടെ അനുജനായ ധൗമ്യൻ തപസ്വിയായി താമസിക്കുന്നുണ്ട്. ഉത്കോചക തീർത്ഥത്തിൽ പോയി അദ്ദേഹത്തെ പുരോഹിതനായി വരിക്കുന്നത് നിങ്ങൾക്ക് ശ്രേയസ്കരമായി ഭവിക്കും. അനന്തരം തങ്ങൾക്കു തരാമെന്നു പറഞ്ഞ് ദിവ്യാശ്വങ്ങളെ ആവശ്യം വരുമ്പോൾ വാങ്ങിക്കൊള്ളാമെന്നു പറഞ്ഞു ചിത്രരഥനിൽ തന്നെ ന്യാസമായി ഏൽപ്പിച്ച് സന്തോഷമായി ചിത്രരഥനോട് യാത്ര പറഞ്ഞ് പാണ്ഡവർ പിരിഞ്ഞു. പിന്നീട് പാണ്ഡവന്മാർ നേരെ പോയത് ഉത്കോചക തീർത്ഥത്തിലേക്കായിരുന്നു. അവിടെ ചെന്ന് ധൗമ്യനെ കണ്ടു തങ്ങളുടെ പുരോഹിതനായിരിക്കണമെന്ന് അപേക്ഷിച്ചു. വേദധർമ്മജ്ഞനും ബുദ്ധിമാനുമായ ധൗമ്യൻ പൗരോഹിത്യം സ്വീകരിച്ചു പാണ്ഡവരെ അനുഗ്രഹിച്ചു. ബൃഹസ്പതിയെപ്പോലെ തപോബലവും ആചാരനിഷ്ഠയും ആചാര്യ കർമ്മ വൈഭവവും ഉള്ള ഒരു മഹാത്മാവിനെ ആചാര്യനായി കിട്ടിയതുകൊണ്ട് തങ്ങളുടെ ഭാവി ശോഭനമായിരിക്കുമെന്നും ഇനി എല്ലാ കാര്യങ്ങളും അനായാസേന സാധിക്കുമെന്നും തീർച്ചപ്പെടുത്തി പാണ്ഡവർ സന്തുഷ്ടരും കൃതാർത്ഥരുമായി തീർന്നു. അങ്ങനെ ധൗമ്യനാൽ ആശീർവദിക്കപ്പെട്ട പാണ്ഡവർ ഒരുമിച്ച് പാഞ്ചാലി സ്വയംവരത്തിനു പോകാനൊരുങ്ങി. പാണ്ഡവർ 5 പേരും വേഗത്തിൽ പുറപ്പെട്ടു. പാഞ്ചാലിയെയും അവിടെയുള്ള മഹാമഹത്തെയും കാണുവാൻ അവർക്കു തിടുക്കമായി. അമ്മയോടുകൂടി അവർ പോകുമ്പോൾ വളരെയധികം വിപ്രന്മാർ പോകുന്നതായി വഴിക്ക് വെച്ച് കണ്ടു. ബ്രഹ്മചാരികളായ ബ്രാഹ്മണർ അവരോട് ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? എവിടെ നിന്നാണ് വരുന്നത്? യുധിഷ്ഠിരൻ പറഞ്ഞു, വിപ്രന്മാരെ, സഹോദരന്മാരായ ഞങ്ങൾ അമ്മയോടുകൂടി ഏകചക്രയിൽ നിന്നു വരികയാണ്. ബ്രാഹ്മണർ പറഞ്ഞു, നിങ്ങൾ ഉടനെ പാഞ്ചാല രാജ്യത്തേക്ക് പോകുക. അവിടെ ദ്രുപദ രാജാവിന്റെ രാജധാനിയിൽ വളരെ സമ്പത്തു വിളയാടുന്ന സ്വയംവരമുണ്ട്. ഞങ്ങൾ ഈ സംഘം മുഴുവൻ അങ്ങോട്ടാണ് പോകുന്നത്. എങ്ങും കാണാത്ത വിധം അത്ഭുതകരമായ മഹോത്സവമാണ് അവിടെ നടക്കുന്നത്. മഹാവിശിഷ്ടനും പാഞ്ചാല രാജ്യാധിപതിയുമായ യജ്ഞസേന മഹാരാജാവിന് ചെന്താമരാക്ഷിയായ ഒരു മകൾ യാഗമധ്യത്തിൽ നിന്ന് ജനിച്ചു. കാണപ്പെടേണ്ട വിധം ദോഷരഹിതമായ അംഗങ്ങളോട് കൂടിയവളും സുകുമാരിയും മനസ്വിനിയുമായ അവൾ പ്രതാപശാലിയും ദ്രോണശത്രുവുമായ ധൃഷ്ടദ്യുമ്നന്റെ സഹോദരിയാണ്. ഇങ്ങനെ എല്ലാം കൊണ്ടും തികഞ്ഞ യാജ്ഞസേനിയെയും സ്വയംവര മണ്ഡപത്തിൽ വെച്ച് നമുക്ക് കാണാം. ആ മഹോത്സവവും കാണാം. നമുക്ക് പോകാം. വാളും വില്ലും ചട്ടയും അമ്പുമായി ജ്വലിക്കുന്ന അഗ്നിയിൽ നിന്നുണ്ടായവനും തീ പോലെ ജ്വലിക്കുന്നവനുമാണ് ധൃഷ്ടദ്യുമ്നൻ. അപ്രകാരം തന്നെ അഗ്നിയിൽ നിന്നുണ്ടായവൾ തന്നെയാണ് അവന്റെ സഹോദരിയും. സുന്ദരിമാരിൽ വെച്ച് ശ്രേഷ്ഠയുമാണ് ദ്രൗപദി. നീലോൽപല സമമായ സൗരഭ്യം ഒരു വിളിപ്പാടകലം വരെ വീശിക്കൊണ്ടിരിക്കുന്ന ആ കന്യാരത്നത്തെ ഒന്ന് കാണുവാൻ സാധിക്കുന്നതും
സ്വയംവര മഹോത്സവത്തിൽ പങ്കുകൊള്ളുന്നതും മഹാഭാഗ്യമാണ്. രാജാക്കന്മാരും രാജകുമാരന്മാരും യാഗം ചെയ്തവരും അസംഖ്യം ദക്ഷിണ വാങ്ങിയവരും ശുചികളായ സ്വാധ്യായവന്മാരും വ്രതനിഷ്ഠന്മാരായ മഹാത്മാക്കളും ഓരോ ദേശത്തു നിന്ന് വന്നു ചേർന്ന ചെറുപ്പക്കാരായ സുന്ദരന്മാരും അസ്ത്രവിദ്യ അഭ്യസിച്ച മഹാരഥന്മാരായ മഹീശ്വരന്മാരും അവിടെ കൂടും. ആ രാജാക്കന്മാർ സ്വയംവരത്തിൽ വിജയം നേടുവാൻ വേണ്ടി അവിടെ പല ദാനവും ബ്രാഹ്മണർക്കു നൽകും. പണം, പശുക്കൾ, ഭക്ഷ്യഭോജ്യങ്ങൾ ഇവയൊക്കെ പലർക്കും ദാനം ചെയ്യും. അതൊക്കെ വീണ്ടും വീണ്ടും വാങ്ങി സ്വയംവരം കണ്ട് പരമാനന്ദം അനുഭവിച്ച് ഒന്നിച്ച് യഥേഷ്ടം പോകാം. നടന്മാരും വൈതാളികരും നൃത്തക്കാരും പുരാണ കീർത്തനം ചെയ്യുന്നവരും വംശസ്തുതി ചെയ്യുന്നവരുമായ സൂതമാഗധന്മാരും മല്ലന്മാരും ഓരോരോ ദിക്കിൽ നിന്ന് മഹോത്സവത്തിലേക്ക് വന്നു ചേരും. അവരെല്ലാം അവരവരുടെ വിദ്യകൾ കാണിക്കുന്നതു കാണാം. ഇങ്ങനെ ഉത്സാഹത്തോടുകൂടി നടത്തുന്ന ഉത്സവക്കാഴ്ച കണ്ടും ദാനങ്ങൾ വാങ്ങിയും ഞങ്ങളോടുകൂടി യോഗ്യന്മാരായ നിങ്ങളും വരൂ. സുന്ദരന്മാരും ദേവരൂപന്മാരുമായ നിങ്ങളിൽ ഒരാളെ കൃഷ്ണ കണ്ടെന്നു വന്നാൽ വരിച്ചെന്നും വരാം. ഈ സുന്ദരാംഗനും ശ്രീമാനുമായ നിന്റെ അനുജൻ നീ കൽപ്പിച്ചുവിട്ടാൽ കെൽപ്പോടുകൂടി വളരെ ധനം വിജയപൂർവം നേടും, തീർച്ചയാണ്. എന്നിട്ട് നിങ്ങൾക്കും സന്തോഷിക്കാം. യുധിഷ്ഠിരൻ പറഞ്ഞു, ബ്രാഹ്മണരെ, എന്നാൽ ഞങ്ങളും നിങ്ങളോടുകൂടി ഉത്സവം കാണുവാൻ വരാം. നിങ്ങളോടുകൂടി സ്വയംവരം കണ്ട് ആനന്ദിക്കാം. പിന്നെ അവർ മഹാനും പാപഹാരിയുമായ വേദവ്യാസ മഹർഷിയെ അവിടെ വെച്ച് കണ്ടു. അദ്ദേഹത്തെ ആദരവോടെ പൂജിച്ച് അനുഗ്രഹത്തോടും സമ്മതത്തോടും കൂടി പാണ്ഡവന്മാർ ദ്രുപദാലയത്തിലേക്ക് നടന്നു. സ്വാധ്യായവാന്മാരും ശുചികളും മധുരവും പ്രിയവുമായി സംസാരിക്കുന്നവരുമായ പാണ്ഡവന്മാർ വയസ്സനുസരിച്ച് ക്രമപ്രകാരം പാഞ്ചാല രാജ്യത്ത് കാലെടുത്തു കുത്തി. പുരവും പട നിൽക്കുന്ന നിലവും പാണ്ഡവർ കണ്ടു. കുംഭകാരൻ പണിയെടുക്കുന്ന ഒരു ശാലയിൽ ചെന്നുകയറി. അവിടെ ബ്രാഹ്മണ വേഷത്തിൽ അവർ ഭിക്ഷ വാങ്ങിക്കഴിച്ച് താമസിച്ചു. വീരന്മാരായ അവർ ആരാണെന്ന് ആരും അറിഞ്ഞില്ല. കിരീടിയായ പാണ്ഡവന് കൃഷ്ണയെ കൊടുക്കണം എന്നാണ് ദ്രുപദന്റെ ആഗ്രഹം. എന്നാൽ അതവൻ പുറത്താക്കിയില്ല. കൗന്ദേയർ എവിടെ പോയിരിക്കുന്നു എന്ന് പാഞ്ചാലൻ അന്വേഷണം നടത്തി. പലയിടത്തു തിരഞ്ഞിട്ടും കാണാതായപ്പോൾ പാഞ്ചാലൻ കുലയ്ക്കാൻ കഴിയാത്ത സുദൃഢമായ ഒരു വില്ല് തീർപ്പിച്ചു. അത്ഭുതകരമായി ആകാശത്തിൽ നിൽക്കുന്ന കൃത്രിമമായ ഒരു യന്ത്രവും ആ യന്ത്രത്തിന്റെ അകത്തായി ഒരു ലക്ഷ്യവും രാജാവ് തീർപ്പിച്ചു. ദ്രുപദൻ പറഞ്ഞു, ഈ വില്ലിൽ ഞാൻ കെട്ടിമുറുക്കി അമ്പുകൾ കൊണ്ട് യന്ത്രത്തെ സ്പർശിക്കാതെ ലക്ഷ്യം ഭേദിക്കുന്നവന് ഞാൻ എൻ്റെ പുത്രിയെ നൽകുന്നതാണ്. ഇപ്രകാരം ദ്രുപദ രാജാവ് സ്വയം വിളംബരം ചെയ്തു. അത് കേട്ട് രാജാക്കന്മാർ എല്ലാവരും വന്നു ചേർന്നു. സ്വയംവരം കാണുവാനുള്ള കൗതുകം കൊണ്ട് യോഗ്യന്മാരായ മുനീന്ദ്രന്മാരും വന്നു ചേർന്നു. ദുര്യോധനനെ മുൻപിലാക്കി കർണനോടുകൂടി കൗരവ രാജാക്കന്മാരും വന്നു ചേർന്നു. യോഗ്യന്മാരായ വിപ്രന്മാരും ഓരോരോ ദിക്കിൽ നിന്ന് വന്നു ചേർന്നു. ദ്രുപദന്റെ സത്കാരം സ്വീകരിച്ച് നൃപന്മാരെല്ലാം സ്വയംവരം കാണുവാൻ മഞ്ചത്തിൽ കയറിയിരിപ്പായി. ഉടനെ പൗരന്മാരെല്ലാം കടലിരമ്പുന്ന പോലെ കല്യാണപ്പന്തലിൽ നൃപരൊത്ത് നിരന്നു. നഗരത്തിന്റെ വടക്കുകിഴക്കേ കോണിലായി സമഭൂമിയിൽ ചുറ്റും നാനാഗൃഹങ്ങളോടുകൂടി വിവാഹ മണ്ഡപസ്ഥലം ശോഭിച്ചു. കിടങ്ങും കോട്ടയും നല്ല കമാനം വെച്ച മതിലും വാതിലുകളും ഭംഗിയേറുന്ന വിവിധ വിധാനങ്ങളും അലങ്കാരങ്ങളും ചേർന്നതും പെരുമ്പറകൾ നിരത്തിവെച്ചതും അഖിലിന്റെ ധൂമത്തോടും ചന്ദനച്ചാർ നനച്ച പൂമാലകളോടും കൂടിയതായിരുന്നു ആ മണ്ഡപം. പല വിധത്തിൽ അലങ്കരിക്കപ്പെട്ട സൗധങ്ങളിൽ അലങ്കാരങ്ങൾ അണിഞ്ഞ് മത്സരബുദ്ധിയോടുകൂടിയ രാജാക്കന്മാർ ഞാനാണ് അതിസുന്ദരൻ, അവൾ എന്നെ വരിക്കും എന്ന ഭാവത്തിൽ അവിടെ സ്ഥിതി ചെയ്തു. അവിടെ സത്വവിക്രമന്മാരും ഭാഗ്യവാന്മാരും മഹാന്മാരുമായ രാജസിംഹാസനത്തിൽ ദേഹത്തിൽ അകിൽ അരച്ചുപൂശിയവരായി അവരെല്ലാവരെയും കണ്ടു. വൈദിക ഭക്തരും പ്രസന്നരും സ്വന്തം രാഷ്ട്രം ഭരിക്കുന്നവരും എല്ലാവരും പ്രിയമുള്ളവരും മംഗള പുണ്യകർമാക്കളുമായ രാജസിംഹന്മാരെ കണ്ടു. പൗരന്മാരും ഗ്രാമീണരും മഞ്ചങ്ങളിൽ യഥാർഹം ആസനസ്ഥരായി. അവരെല്ലാം കൃഷ്ണയെ കാണുവാൻ തൃഷ്ണയോടെ ഇരിപ്പായി.
ബ്രാഹ്മണരുടെ ഇടയിൽ പാണ്ഡവരും ഇരുന്നു. പാഞ്ചാല രാജ്യത്തെ സമ്പത്തു കണ്ട് പ്രശംസിച്ച് ബ്രാഹ്മണർ ഇരുന്നു. ഈ മഹാജനങ്ങൾ വന്നു തുടങ്ങിയിട്ട് കുറച്ചു ദിവസങ്ങളായി ദിനം പ്രതി അതിഥികളുടെയും സന്ദർശകരുടെയും സംഖ്യ വർദ്ധിച്ചു. രത്നദാനവും നാനാവിധം നടനങ്ങളും കാഴ്ചകളുമായി ആ മഹാസമ്മേളനം നാൾക്കുനാൾ വളർന്നു വന്നു. വിവാഹ മഹോത്സവം തുടങ്ങി 16-ാം ദിവസം മംഗളസ്നാനം കഴിഞ്ഞ് ശുഭ്രവസ്ത്രം ധരിച്ച് സർവാഭരണ വിഭൂഷിതയായ ദ്രൗപദി മാലയും വേണ്ട പോലെ അലങ്കരിച്ച് ഭംഗിയേറുന്ന പൊൻപാത്രവും കയ്യിലെടുത്ത് രംഗത്തിലിറങ്ങി വന്നു. വിവാഹമന്ത്രമറിയുന്ന നിർമ്മല ചിത്തനും ബ്രാഹ്മണ ശ്രേഷ്ഠനുമായ സോമക പുരോഹിതൻ മന്ത്രോച്ചാരണങ്ങളോടെ അഗ്നിയിൽ നെയ്യൊഴിച്ച് ആഹുതി കഴിച്ചു. അഗ്നി സന്തർപ്പണം ചെയ്ത് അഗ്നിയെ തൃപ്തനാക്കി വിപ്രന്മാർക്ക് ആശിസ്സു പകർന്നു. ഉടനെ ചുറ്റുമുള്ള വാദ്യം തത്കാലത്തേക്ക് നിർത്തി. ജനമേജയ രാജാവേ, ഇങ്ങനെ പറഞ്ഞു വൈശമ്പായനൻ. പെട്ടെന്ന് വാദ്യമെല്ലാം നിന്നപ്പോൾ ധൃഷ്ടദ്യുമ്നൻ കൃഷ്ണയെയും കൊണ്ട് രംഗമധ്യത്തിൽ ചെന്നു നിന്ന് മേഘഗംഭീരസ്വരത്തിൽ ഉച്ചത്തിൽ മധുരമായി അർത്ഥത്തോടുകൂടിയ വാക്കുകളോടെ ഇങ്ങനെ പറഞ്ഞു: മന്നവന്മാരെ, നിങ്ങൾ കേൾക്കുവിൻ. ഇതാ വില്ലും ലക്ഷ്യവും ബാണങ്ങളും. യന്ത്രത്തിന്റെ പഴുതിലൂടെ ഒരേ സമയത്ത് 5 ബാണങ്ങൾ എയ്ത് ലക്ഷ്യം ഭേദിക്കണം. ഇപ്രകാരമുള്ള അദ്ഭുത കർമ്മം ആർ ചെയ്യുന്നുവോ കുലീനനും ബലരൂപശാലിയുമായ അദ്ദേഹത്തിന് എൻ്റെ സഹോദരിയായ കൃഷ്ണ ഭാര്യയാകും. ഞാനീ പറയുന്നത് സത്യമാണ്. ഇപ്രകാരം പാഞ്ചാല രാജപുത്രൻ പറഞ്ഞതിനു ശേഷം തൻ്റെ സോദരിയായ കൃഷ്ണയോട് അവിടെയിരിക്കുന്ന ഓരോ രാജാവിൻ്റെയും നാമം, കുലം, കർമ്മം, സാമർഥ്യം എന്നിവയെപ്പറ്റി തിരിച്ചു പറയുവാൻ തുടങ്ങി. ഈ സമയത്ത് ദേവന്മാർ വിമാനത്തിലെത്തി ആകാശത്തിൽ നിരന്നു. രുദ്രന്മാരും വസുക്കളും അശ്വനീ ദേവകളും ആദിത്യന്മാരും സാധ്യന്മാരും മരുത്തുക്കളും യമധനേശ്വരന്മാരെ മുൻപിലാക്കി വന്നു ചേർന്നു. ദൈത്യരും സുപർണന്മാരും മഹോരഗങ്ങളും മുനീന്ദ്രന്മാരും ഗുഹ്യകന്മാരും ചാരണന്മാരും വിശ്വാവസുവും നാരദ പർവ്വതന്മാരും ഗന്ധർവന്മാരും അപ്സരോവർഗത്തോടുകൂടി കാഴ്ചക്കാരായി വന്നുകൂടി. ബലരാമനും കൃഷ്ണനും മറ്റു വൃഷ്ണ്യന്ധക പ്രവരന്മാരും വെറും കാഴ്ചക്കാർ മാത്രമായിരുന്നു. കൃഷ്ണന്റെ അഭിപ്രായപ്രകാരം ആ മഹാന്മാർ വെറും പ്രേക്ഷകരായി തന്നെയിരുന്നു. ബ്രാഹ്മണരാണെന്ന വ്യാജേന ഇരിക്കുന്ന പാർത്ഥന്മാരെ ഭസ്മം മൂടുന്ന തീക്കനൽ എന്ന പോലെയും താമര നിറഞ്ഞ കുളത്തെ മത്തഗജങ്ങൾ എന്ന പോലെയും ദ്രൗപദിയിൽ ആകൃഷ്ടരായി കണ്ട് കൃഷ്ണൻ അറിഞ്ഞു. കൃഷ്ണൻ ജ്യേഷ്ഠനായ ബലഭദ്രനെ അടുത്തു നിർത്തി ഇത് ധർമ്മപുത്രൻ, ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ എന്നിവരെ കാണിച്ചു കൊടുത്തു. രാമൻ മെല്ലെ ഓരോരുത്തരെയും നോക്കിയറിഞ്ഞ് സന്തുഷ്ടനായി മനസ്സിലായി എന്ന ഭാവത്തിൽ കൃഷ്ണനെ വീണ്ടും വീണ്ടും ചിരിച്ചുകൊണ്ടു നോക്കി. രാഷ്ട്രാധിപന്മാരും ബലം, വീര്യം എന്നിവ ചേർന്നവരും പത്മപത്രായദാക്ഷന്മാരുമായ രാജാക്കന്മാർ കിരീടം, ഹാരം, അങ്കദം, ചക്രം മുതലായവയണിഞ്ഞ് ഓരോരുത്തരായി വന്ന് ബലമേറുന്ന ആ വില്ലെടുത്തു കുലയ്ക്കുവാൻ കിണഞ്ഞു നോക്കി. കുലയ്ക്കുവാൻ അവർക്കാർക്കും കഴിഞ്ഞില്ല. കുലയ്ക്കുമ്പോൾ നില തെറ്റിത്തെറിക്കുന്ന വില്ലിൽ തട്ടി രാജാക്കന്മാർ തെറ്റിത്തെറിച്ച് നിലത്തു വീണു. പിടയുന്ന ശിക്ഷാബലം പോലെ അവർ എഴുന്നേറ്റു നടന്നു തുടങ്ങി. ശൗര്യം കെട്ടും ഹാരം, കിരീടം എന്നിവ നുറുങ്ങിയും നെടുവീർപ്പിട്ടും ഹാരം, അങ്കദം, കുണ്ടലം മുതലായ ആഭരണങ്ങൾ കൊഴിഞ്ഞും ആ വീരന്മാർ നിർവീര്യന്മാരായി. കൃഷ്ണയിലുള്ള ആശ വെടിഞ്ഞും ആർത്തിപ്പെട്ടും പരിക്കുപറ്റിയും രാജാക്കന്മാർ മിക്കവരും മടങ്ങി. ഇങ്ങനെ കർണൻ, ദുര്യോധനൻ, ശാൽവൻ, ശല്യൻ, ദ്രൗണി, ക്രാധസുനീത വക്ത്രന്മാർ, കലിംഗവാധിപന്മാർ, പൗണ്ഡ്രകന്മാർ, വിദേഹ രാജാവ്, യവനാധിപൻ മുതലായവരും മറ്റു രാജാക്കന്മാരുടെ പുത്രപൗത്രാദികളും ഓരോരുത്തരായി താന്താങ്ങളുടെ ശക്തിപ്രകടനം ദ്രൗപദിയെ മോഹിച്ചു നടത്തി. ഇങ്ങനെ ആർത്തിപ്പെട്ട് രാജചക്രം നിൽക്കുമ്പോൾ എല്ലാ നൃപന്മാരെയും ഒന്നു നോക്കി വില്ലാളിയായ കർണൻ സ്വതസിദ്ധമായ ഗാംഭീര്യത്തോടെ ഘനമായി നടന്നു ചെന്ന് വില്ലെടുത്തു കുലച്ച് കൂസലില്ലാതെ 5 അമ്പുകളും തൊടുത്തു.
ആ അർക്കപുത്രൻ അഗ്നിസോമാർക്ക തുല്യനായി പ്രശോഭിച്ചു. കർണൻ അങ്ങനെ അമ്പുകൾ തൊടുത്തപ്പോൾ പാണ്ഡവന്മാർ വിചാരിച്ചു, ഇവൻ ഇപ്പോൾ ലാക്കെയ്ത് അറുത്തതു തന്നെ. ആ നിലയിൽ കർണനെ കണ്ടയുടനെ ദ്രൗപദി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, സൂതനെ ഞാൻ വരിക്കുകയില്ല. ഈ വാക്കുകേട്ട് അമർഷത്തോടും ഹാസത്തോടും കൂടി കർണൻ സൂര്യനെ ഒന്നു നോക്കി കുലച്ച വില്ല് താഴെയിട്ട് തിരികെ പോന്നു. ഇപ്രകാരം എല്ലാ ക്ഷത്രിയന്മാരും പിന്തിരിഞ്ഞു. ഈ സമയത്ത് വീരനും ബലവാനും യമതുല്യനും മഹാമതിയുമായ ചേതിരാജാവും ദമഘോഷസുതനുമായ ശിശുപാലൻ ധീരതയോടെ നടന്നുവന്ന് വില്ലെടുത്ത് ആഞ്ഞു വലിച്ചു കുലയ്ക്കുവാൻ ശ്രമിക്കവേ മുട്ടുകുത്തി ഭൂമിയിൽ വീണു. പിന്നെ മഹാബലനും മഹാവീര്യനുമായ ജരാസന്ധൻ വില്ലിന്റെ അരികിൽ ചെന്നു മഹാമല പോലെ നിന്നു. വില്ലെടുത്തു കുലയ്ക്കുവാൻ ഭാവിച്ചപ്പോൾ വില്ലിന്റെ പീഡയേറ്റ് അവനും മുട്ടുകുത്തി വീണു. ഉടനെ അവിടെ നിന്നെഴുന്നേറ്റ് മറ്റു വിശേഷങ്ങളൊന്നും കാണാൻ നിൽക്കാതെ നേരെ തൻ്റെ നാട്ടിലേക്ക് നടന്നു. പിന്നെ മഹാവീരനും മഹാബലവാനുമായ മദ്രരാജാവ് ശല്യൻ ആ വില്ലുകുലയേറ്റുന്ന സമയത്ത് തന്നെ മുട്ടുകുത്തി വീണു. ജനങ്ങളൊക്കെ സംഭ്രാന്തരായി. ജനാധിപന്മാരൊക്കെ അടങ്ങി. പിന്നെ രാജാക്കന്മാരാരും തന്നെ മുമ്പോട്ട് വന്നില്ല. രംഗം ശാന്തമായി. ഈ സമയത്ത് കുന്തിപുത്രനായ അർജുനൻ വില്ലെടുത്തെയ്യുവാൻ വിചാരിച്ചു. ദ്രൗപദിയെ മയക്കുന്ന ഒരു പുഞ്ചിരിയോടുകൂടി അർജുനൻ സാവധാനം എഴുന്നേറ്റു നിന്നു. പരമ്പനയ്ക്കൊത്തൊരു വില്ലുലപ്പോൻ ഹരിപ്രവീരൻ പടിയായി നടപ്പോൻ ഇതർജുനൻ താനിഹ ശങ്കയില്ല. ഹേ രാമ, ഞാൻ കൃഷ്ണനാണെന്നു വന്നാൽ. മഹാഭാരതത്തിലെ അതിപ്രാധാന്യവും ആനന്ദമയവുമായ രംഗം. സാക്ഷാൽ നരനാരായണയോഗം. ഓം നമോ ഭഗവതേ വാസുദേവായ.